ഹലോ ഗായ്സ്, ട്രാവൽ വിത്ത് അജുവിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് നിലമ്പൂർ കനോലിപ്ലോട്ട് ഏരിയയിലാണ്. നമ്മളിന്ന് പോകാൻ പോകുന്നത് ഓവാലിയിലേക്കാണ്. നമ്മൾ നിലമ്പൂരിൽ നിന്ന് നേരെ വഴിക്കടവ് പോയി, വഴിക്കടവ് നേരെ നാടുകാണി ചുരം കയറി, അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് കയറി നേരെ ദേവാലയം എത്തി. ദേവാലയം നിന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, തേവർഷോല റൂട്ട് വഴി ഗൂഡല്ലൂർ പോയി, ഗൂഡല്ലൂരിൽ നിന്ന് നമ്മൾ എല്ലമല അല്ലെങ്കിൽ ഓവാലിയിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് ഏകദേശം നാടുകാണി എത്തിയിട്ടുണ്ട്. നാടുകാണിയിൽ തന്നെ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. കാരണം നല്ല മഴയൊക്കെ പെയ്ത് ഡാർക്കണായി, നല്ല മഴ നനഞ്ഞ റോഡും മരങ്ങളെല്ലാം നല്ല രീതിയിൽ നനഞ്ഞ് ആ കറക്റ്റ് കളറായിട്ടുള്ള പച്ച കളറൊക്കെ വന്ന് നല്ല മഞ്ഞൊക്കെ ഇങ്ങനെ വന്നിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലൂടെ യാത്ര ചെയ്ത് പോകുമായിരുന്നു. വേറെ ലെവലായിരുന്നു ഗൈസ്. എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് ഈ മൺസൂൺ റൈഡ് എന്ന് പറയുന്നത്. കാരണം ഗൈസ്, കാണുന്ന കാഴ്ചകളൊക്കെ അത്രയും കണ്ണിന് കുളിർമയെഴുന്ന കാഴ്ചകളായിരിക്കും. കാരണം നിറഞ്ഞൊഴുകുന്ന പുഴകളും അതുപോലെ തന്നെ നമ്മളൊരു ഹിൽ സ്റ്റേഷൻ റൂട്ടിലൂടെയൊക്കെയാണ് പോകുന്നതെങ്കിൽ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും പിന്നെ പക്ക ഗ്രീനറിയും അതുപോലെ നല്ല ബ്ലാക്ക് കളർ റോഡും ഒക്കെ ആയിട്ട് വേറെ ലെവലായിരിക്കും ഗൈസ് ആ ഒരു റൈഡ് എന്ന് പറയണമെങ്കിൽ. നാടുകാണിയിൽ നിന്ന് ഞങ്ങൾ തിരിഞ്ഞിട്ട് ഇപ്പോൾ ദേവാലയം എത്തിയിട്ടുണ്ടായിരുന്നു. ദേവാലയം നിന്ന് ഞങ്ങൾ ജസ്റ്റ് റൈറ്റ് എടുത്ത് ദേവർഷോല റൂട്ട് കയറി അതിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല മഴയാണ് ഗൈസ്. എനിക്ക് കൂടുതൽ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എങ്കിലും ഞാൻ ഒപ്പിച്ച് കുറച്ച് ഷോട്ടുകളൊക്കെ എടുത്തു. കാരണം കാണുന്ന കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. കാരണം മഴ കൂടി പെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ബൈക്കിൽ പോകുന്ന പോക്ക് എന്ന് പറയുന്നത് എന്താ പറയേണ്ടത് എനിക്കറിയില്ല, അത്രയും വേറെ ലെവലായിരുന്നു ഗൈസ് ഈ പോകുന്ന പോക്ക്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത പക്ക ഫോറസ്റ്റ് റൂട്ട്, ഭയങ്കര ഡാർക്കായിട്ടുള്ള സമയങ്ങൾ, അതുപോലെ തന്നെ തിക്കായിട്ടുള്ള ഫോറസ്റ്റിനുള്ളിലൂടെ യാത്ര ചെയ്യാൻ വേറെ മൂഡ് തന്നെയായിരുന്നു ഗൈസ്. ഈ റൂട്ട് നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ വേണം. കാരണം അത്രയും ബ്യൂട്ടിഫുള്ളാണ്, വേറെ ലെവലാണ്. എനിക്കിത് നിങ്ങളെങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതെന്നൊരു പിടുത്തമില്ല. മാക്സിമം നോക്കുക ഗൈസ്. ഞാനിപ്പോൾ ഉള്ളത് ദേവർഷോല റൂട്ടിലാണ്. നമ്മളൊരു റൂട്ട് വിസിറ്റിന് വേണ്ടി വന്നതാണ്, നമ്മളെ അടുത്ത റൈഡിന് വേണ്ടിയിട്ടുള്ള. നല്ല രസമുണ്ട് ഈ റോഡ്, ദേവർഷോല റോഡ്. നാടുകാണിയിൽ നിന്ന് ദേവർഷോല റോഡ് എന്ന് പറഞ്ഞാൽ അത്രയും ബ്യൂട്ടിഫുള്ളാണ്. ഒരു ചെറിയ റോഡാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. അടിപൊളിയായിട്ടുള്ള തേയിലത്തോട്ടങ്ങളും നല്ല മലനിരകളും കാട് റോഡും നല്ല മഴയും അടിപൊളിയായിരുന്നു. കുറേ നേരത്തെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഞാൻ ദേവർഷോലയ്ക്ക് പോകുന്ന റൂട്ട് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഒരുപാട് ഓവാലി വരെയാണ് ഞങ്ങൾ പോകാൻ വിചാരിച്ചിട്ടുള്ളത്. പോകുന്ന വഴിക്കുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും കാണിച്ചു തരാം. വരുന്ന വഴിക്ക് എവിടെയും ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി. ഒരുപാട് സമയമൊന്നും ഇവിടെ എക്സ്പ്ലോർ ചെയ്തൊന്നും പറയുന്നില്ല, പക്ഷേ വളരെ കുറഞ്ഞ സമയം ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ടുള്ളൂ. പക്ഷേ ആ ഇരുന്ന സമയം അതൊരു ഭയങ്കര പീസ്ഫുൾ ആൻഡ് കാമായിട്ടുള്ളൊരു സമയമായിരുന്നു. ഒരാളുടെയും ശല്യമോ അല്ലെങ്കിൽ ഒരാളോ മനുഷ്യനോ ഒന്നുമില്ല, പക്ഷികളുടെയും മൃഗങ്ങളുടെയും മാത്രം ശബ്ദം. ഭയങ്കര അടിപൊളിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് അങ്ങോട്ട് കണ്ട കാഴ്ചകൾ അൺബിലീവബിൾ തന്നെയായിരുന്നു ഗൈസ്. ദേവർഷോല റോഡ് കയറി കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ തന്നെ ഒരു ടീ ഫാക്ടറി നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഓവാലിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ ഗൂഡല്ലൂരിന് സമീപമുള്ള ഒരു മലനിര പ്രദേശമാണ് ഓവാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കേരളവും തമിഴ്നാടും കർണാടകയും സംസ്ഥാനങ്ങളുടെ അതിർത്തിയോട് ചേർന്നാണ് ഓവാലി സ്ഥിതി ചെയ്യുന്നത്. പച്ച പിടിച്ച് കിടക്കുന്ന ചായത്തോട്ടങ്ങളും ഏലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും ഗ്രാമ്പൂ തോട്ടങ്ങളും കുരുമുളകും എന്നിങ്ങനെ ഒരുപാട് കൃഷികളും അതേപോലെ തന്നെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും കാടും അതുപോലെ തന്നെ നല്ല താഴ്വരകളും ഒക്കെ നിറഞ്ഞൊരു അടിപൊളി പ്രദേശമാണ് ഈ പറഞ്ഞ ഓവാലി എന്ന് പറയുന്നത്. ദേവർഷോല ടൗൺ കഴിഞ്ഞ് നമ്മളിപ്പോൾ എന്ത് ചെയ്യാണ്, ഗൂഡല്ലൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ആകെ കുറഞ്ഞ ദൂരം മാത്രമേ ഉള്ളൂ ഗൂഡല്ലൂർ ടൗണിലേക്ക്. ഗൂഡല്ലൂർ ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഊട്ടി റോഡ് കയറിയിട്ട് അവിടെ നിന്ന് നേരെ എന്ത് ചെയ്യാണ്, റൈറ്റിലേക്ക് തിരിഞ്ഞിട്ടാണ് നമ്മൾ ഓവാലിയിലേക്ക് പോകുന്നത്. നമ്മളങ്ങനെ ഗൂഡല്ലൂർ കഴിഞ്ഞ് ഓവാലി റൂട്ടിൽ കയറിയിരിക്കുകയാണ്. ഈ റൂട്ട് അതിമനോഹരമായിരുന്നു, നല്ല പച്ചപ്പായിരുന്നു, തിക്കസ്റ്റ് ഫോറസ്റ്റും ആയിരുന്നു. രണ്ട് സൈഡിലും ഫെൻസിങ് ലൈനും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. അതായത് ആനയുള്ള റോഡാണ്. അത്യാവശ്യം നല്ല രീതിക്ക് പേടിയുണ്ടായിരുന്നു ഈ റൂട്ടിലൂടെ പോകുന്ന സമയത്ത്. അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ റൂട്ടിൽ ഫസ്റ്റ് നമുക്ക് ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു.
ഞങ്ങൾ ഏകദേശം 4 മണിക്കാണ് ചെക്ക് പോസ്റ്റിൽ എത്തുന്നത്. ചെക്ക് പോസ്റ്റിലുണ്ടായിരുന്ന പോലീസുകാർ ഞങ്ങളോട് പറഞ്ഞു ഭയങ്കര ഡേഞ്ചറാണ് ഈ റൂട്ട്, 6 മണിക്ക് മുന്നേ തിരിച്ചു വരാൻ പറ്റുമോ ചോദിച്ചു ഞങ്ങളോട്. അതുമുതൽ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടാണ് ഈ റൂട്ടിലൂടെ പോയിക്കൊണ്ടിരുന്നത്. കാരണം അത്യാവശ്യം നിങ്ങൾക്ക് ഈ റൂട്ടിലൂടെ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും, കാണാൻ ഒടുക്കത്തെ ഭംഗിയാണെങ്കിലും നന്നായിട്ട് പേടിപ്പിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു റോഡാണ്. പോരാത്തതിന് ഈ റോഡ് തീരെ വീതിയില്ല. നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച് മാത്രം വണ്ടി ഓടിക്കുക. കാരണം ഓപ്പോസിറ്റ് വരുന്ന വണ്ടി നമ്മൾ കാണുപോലുമില്ല, അത്രയ്ക്കും വളവുകളാണ്, കൊടും വളവുകളാണ് ഈ റൂട്ടിൽ. ശ്രദ്ധിച്ച് കണ്ട് മാത്രം എന്ത് ചെയ്യുക, റൂട്ടിലൂടെ പോവുക. ഗൈസ്, വേറൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം കൂടിയുണ്ട്. ഇതിലൂടെ ബസ് റൂട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്ത് ചെയ്യാം, ബസ്സിന് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഓവാലിയിലേക്ക് പോവാം. ഗൂഡല്ലൂരിൽ നിന്ന് ഇഷ്ടംപോലെ ബസ് ഉണ്ടെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ അറിഞ്ഞത്. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 35 രൂപയുടെ ഉള്ളിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ബസ് ഫെയർ വരുന്നുള്ളൂ. ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഗൈസ് ഈ റൂട്ടിലൂടെ വണ്ടി ഓടിച്ചത്. എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. പോരാത്തിന് നല്ല പേടിയായിരുന്നു. പിന്നെ എൻ്റെ വലിയൊരു ഡൗട്ടായിരുന്നു, എങ്ങനെയാണ് ഈ സ്ഥലത്തിന് ഓവാലി എന്ന് പറയുന്ന പേര് വന്നതെന്ന്. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, നമുക്കെല്ലാവർക്കും അറിയുന്ന ഓവാലി എന്ന് പറയുന്ന പേര് ഈ സ്ഥലത്തിൻ്റെ ചുരുക്കപ്പേരാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് പ്ലാനറായിട്ടുള്ള ജെയിംസ് ഔച്ചർലോണി എന്ന് പറയുന്ന ആൾ 19-ാം നൂറ്റാണ്ടിൽ വൻതോതിൽ കാപ്പി കൃഷി നടത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ആൾക്ക് ഒരുപാട് എസ്റ്റേറ്റുകളും ഉണ്ടായിരുന്നു. ആ എസ്റ്റേറ്റിൻ്റെ പേരായിരുന്നു ഔച്ചർലോണി വാലി എന്ന് പറയുന്നത്. ആ പേര് ചുരുക്കിയിട്ടാണ് ഇവിടെയുള്ള ആളുകൾ ഓ വാലി എന്ന് എന്ത് ചെയ്യുന്നത്, ഈ സ്ഥലത്തിന് വിളിച്ചു തുടങ്ങിയത്. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് പച്ചപ്പാർന്ന മലനിരകളും താഴ്വരകളും പിന്നെ കൃഷിയിടങ്ങളും പിന്നെ ആന, മാന്, കാട്ടുപോത്ത് അങ്ങനെ വന്യജീവികളും ശാന്തമായ പ്രകൃതി ദൃശ്യങ്ങളും മൂടൽ മഞ്ഞും പിന്നെ ഇവിടെ ഒരു മുരുകൻ ക്ഷേത്രവും. ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓവാലിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മലനിരകളും എസ്റ്റേറ്റ് പ്രദേശങ്ങളും അടങ്ങുന്ന സ്ഥലമാണ് എല്ലമല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഓവാലിയിൽ നിരവധി ചായ എസ്റ്റേറ്റുകളും ടീ ഫാക്ടറികളും പ്രവർത്തിച്ചിരുന്നു. പഴയ ഔച്ചർലോണി വാലിയുടെ ഭാഗമായിരുന്ന ഒരു ഫാക്ടറി കാണാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ പോകുന്നത്. അതിൽ ചില ഫാക്ടറികൾ അന്നത്തെ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തി നിലനിൽക്കുന്നു, ഭൂരിഭാഗവും ഉപയോഗം നിർത്തിയതുമാണ്. ഗൈസ്, അങ്ങനെ പോകുന്ന വഴിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കുന്നിൻ ചെരുവിൽ 2 ആനയെ കാണാൻ വേണ്ടി ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ആനേനെ സ്പോട്ട് ചെയ്തു. ഗൈസ്, ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇപ്പം നമ്മൾ ആനയെ കണ്ട ആ മലയിലേക്ക് തന്നെയാണ്. ആ മലയുടെ പേര് സന്തനമല എന്നാണ്. ഓവാലിയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ പറഞ്ഞ സന്തനമല. ഈ ഒരു മലയുടെ മുകളിലാണ് മുരുകൻ്റെ ഒരു അമ്പലം ഉള്ളത്. ഈ മലമുകളിലുള്ള മുരുകൻ്റെ ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ഭക്തരും ടൂറിസ്റ്റുകളും ഒക്കെ വരാറുണ്ട്. ഇവിടെ നിന്നും താഴോട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവാലി എന്ന് പറയുന്ന ഈ സ്ഥലത്തിൻ്റെ ഭംഗി എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾക്ക് 360 ഡിഗ്രിയിൽ മൊത്തം വ്യൂവും ഇവിടെ നിന്ന് കാണാൻ പറ്റും. താഴ്വരയുള്ള റോഡുകളും പാർപ്പിടങ്ങളും കൃഷികളും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് മുരുകൻ്റെ അമ്പലം എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് വ്യൂ ഒക്കെ ആസ്വദിച്ച് നിൽക്കുന്ന സമയത്താണ് ഞാൻ താഴെ എന്ത് ചെയ്യുന്നത്, ആനപ്പിണ്ടം കണ്ടത്. തൊട്ടടുത്ത് തന്നെ ആനയുടെ കാൽപാദം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ കണ്ട ആനകളുടെ കാൽപാദം തന്നെയാണെന്നാണ് തോന്നുന്നത്. കാരണം ഇതിലൂടെ അവർ പോയ ഒരു പാട് കാണുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഗൈസ്. ഈ ഒരു വ്യൂ പോയിന്റിൽ നല്ല കൊടും കാറ്റായിരുന്നു. ഇവിടെ നല്ല രസമായിരുന്നു ഇവിടെ നിൽക്കാൻ. ഒരുപാട് സമയം ഞങ്ങളിവിടെ എക്സ്പ്ലോർ ചെയ്തു. അതിനുശേഷം 6 മണിക്ക് തന്നെ ചെക്ക് പോസ്റ്റിൽ എത്തണം എന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഞങ്ങളൊരു 5:30 ആയ സമയത്ത് ഇവിടുന്ന് തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഗൈസ്, ഇത്രയൊക്കെയാണ് ഓവാലിയിലുള്ളത്. എന്തായാലും അടിപൊളിയായിരുന്നു. റൂട്ടായാലും സ്ഥലമാണെന്നുണ്ടെങ്കിലും ഈ ടെമ്പിളാണെങ്കിലും ഇതിൻ്റെ മേലാണ് ഏറ്റവും സൂപ്പർ വ്യൂ ഉള്ളത്. ഇവിടുന്ന് 360 ഡിഗ്രിയിൽ നമുക്ക് വ്യൂ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അടിയുള്ള റോഡും വണ്ടികളും അതുപോലെ ആനേനൊക്കെ മാക്സിമം നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും തോന്നുന്നു ഇവിടെ.
ഫോറസ്റ്റിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട്. എന്തായാലും ഇത്രയൊക്കെയാണ് വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നുകൊണ്ട് തീർത്താണ്. താങ്ക് യു.